Cuisine with Love ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബനാന വാൾനട്ട് മഫിൻ ആണ്. വീട്ടിലുള്ള ബനാനാസ് വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. 2.5 കപ്പ് മൈദ മാവ്, 3/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് ബട്ടർ മിൽക്ക്, 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്, 2 മുട്ട, 1/4 കപ്പ് ഫ്ലേവർലെസ് ഓയിൽ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. മൈദ മാവും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ആവണം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം. വേറൊരു ബൗൾ എടുത്ത് നമുക്ക് അതിലോട്ട് 2 മുട്ടയും ഫ്ലേവർലെസ് ഓയിലും ബട്ടർ മിൽക്കും വാനില എസൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മുട്ടയെല്ലാം നന്നായിട്ട് ഇതിനകത്ത് മിക്സായി വരണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യുന്നത് മഫിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും ഒക്കെ ഒരു നല്ലൊരു ഇത് വരും. നമ്മൾ സാധാരണ മിൽക്ക് യൂസ് ചെയ്യുന്നതിനും നല്ലതാണ് ബട്ടർ മിൽക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഫിനൊരു സോഫ്റ്റ്നെസ് വരുന്നത്. ഇവിടെ ഞാൻ ഒരു ബനാനയാണ് എടുത്തിരിക്കുന്നത്. ബനാന നല്ലതായിട്ട് പഴുത്ത ആയിരിക്കണം. നല്ലതുപോലെ അത് മാഷ് ചെയ്ത് നമുക്ക് ഈ ബാറ്ററിലോട്ട് ഇടാം. അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ വാൾനട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വാൾനട്ട്സ് കയ്യിലില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ്, കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീഡ്സോ എന്തെങ്കിലും ചിയ സീഡ്സോ ഹെംപ് സീഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് മാഷ് ബനാനാസ് മാത്രമാണെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ബൗളിലോട്ട് നമ്മൾ ഈ മാഷ് ബനാനാസും അതിൻ്റെ കൂടെ നമ്മൾ വാൾനട്ട്സുമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ബനാനയും വാൾനട്ടും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്റർ മഫിൻ ടിന്നിലോട്ട് സ്കൂപ്പ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ്ചർ ഒത്തിരി ഓവർഡു ചെയ്യരുത്, ഒത്തിരി ഓവർ മിക്സ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് ഇത് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു 20 to 25 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം നന്നായിട്ട് ബേക്ക് ചെയ്യാനായിട്ട്. ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഇത് 25 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരും. അത് കഴിഞ്ഞ് പുറത്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് ഇത് കൂൾ ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ ബനാന വാൾനട്ട് മഫിൻ തയ്യാർ. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ബനാന. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഈസിയായിട്ട് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.